ಇತ್ತೀಚೆಗೆ ತಿರುವನಂತಪುರ ಮಹಾನಗರ ಪಾಲಿಕೆಯ ಉಪಮೇಯರ್ ಆಗಿ ಆಯ್ಕೆಯಾಗಿರುವ ಆಶಾ ನಾಥ್ ಜಿಎಸ್ ಅವರು ಕುಟುಂಬ ಸಮೇತರಾಗಿ ಉಡುಪಿ ಶ್ರೀಕೃಷ್ಣ ಮಠಕ್ಕೆ ಭೇಟಿ ನೀಡಿ ಶ್ರೀಕೃಷ್ಣನ ದರ್ಶನ ಪಡೆದರು. ಇತ್ತೀಚೆಗೆ ಬಿಜೆಪಿ ಅಭ್ಯರ್ಥಿಯಾಗಿ ಆಯ್ಕೆಯಾಗಿ ದೇಶದ ಗಮನ ಸೆಳೆದಿದ್ದ ಆಶಾ ನಾಥ್ ಜಿಎಸ್ ಅವರು ತಿರುವನಂತಪುರದಲ್ಲಿ ಬಿಜೆಪಿ ಐತಿಹಾಸಿಕ ಗೆಲುವು ಸಾಧಿಸಿದ ಹಿನ್ನೆಲೆ ಪ್ರಮುಖ ನಾಯಕಿಯಾಗಿ ಹೊರಹೊಮ್ಮಿದ್ದಾರೆ. ಉಡುಪಿ ಭೇಟಿ ವೇಳೆ ಕೃಷ್ಣ ದರ್ಶನದ ಬಳಿಕ ಅವರು ಪರ್ಯಾಯ ಮಠಾಧೀಶರನ್ನು ಭೇಟಿಯಾಗಿ ಆಶೀರ್ವಾದ ಪಡೆದರು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಉಡುಪಿ ಶ್ರೀರೂರು ಮಠಾಧೀಶರಾದ ಶ್ರೀ ವೇದವರ್ಧನ ತೀರ್ಥ ಸ್ವಾಮೀಜಿಯವರೊಂದಿಗೆ ಮಾತುಕತೆ ನಡೆಸಿದರು. ಮಠದ ವತಿಯಿಂದ ನೂತನ ಉಪಮೇಯರ್ ಆಶಾ ನಾಥ್ ಜಿಎಸ್ ಅವರಿಗೆ ഗൗരവ സല്ലിಸಲಾಯಿತು. ഞാനിവിടെ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ രണ്ടാമത്തെ തവണയാണ് വരുന്നത്. കഴിഞ്ഞ തവണ വന്നിട്ടുണ്ടായിരുന്നു. അത് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉടുപ്പിയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് എന്നറിയാം, പക്ഷെ ഇതുവരെയും വന്ന് തൊഴാൻ സാധിച്ചില്ല കഴിഞ്ഞ തവണ. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ മിസ്സാക്കുന്ന തരത്തിലാക്കിയിട്ട് ഞങ്ങളെ അപ്രതീക്ഷിതമായിട്ട് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിഞ്ഞ തവണ കൊണ്ടെത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും മൂകാംബികയെ വരുമ്പോൾ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൊഴുതിട്ട് തന്നെ പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഉടുപ്പിയിലെത്തിയത്. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി നല്ല ദർശനമായിരുന്നു, നന്നായിട്ട് ദർശനം നടത്താൻ സാധിച്ചു. ഇവിടെ സ്വാമിജിയും ഒക്കെ തന്നെ കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പിന്നെ വീണ്ടും വീണ്ടും വരണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ചും ഇങ്ങനൊരു പദവി ഇരിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു പദവിയാണ്. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൂടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും അനുഗ്രഹം തേടാൻ വേണ്ടിയിട്ടാണ് വന്നത്. വീണ്ടും ഇനി ഒരുപാട് തവണ വരണം എന്നുണ്ട്. തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കുടുംബമായിട്ട് ഒരുമിച്ച് തീർച്ചയായിട്ടും വരുന്നതാണ്.